ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് മൈസൂരിലെ ശ്രീരംഗപട്ടണത്തെ ടിപ്പു സുൽത്താൻ്റെ ഏരിയയായ സമ്മർ പാലസ് കാണാനാണ് പോകുന്നത്. അപ്പോൾ ബാ നമുക്ക് നേരെ സമ്മർ പാലസ് കാണാം. അപ്പോൾ രാവിലെ തന്നെ ബസ്സിലാണ് നമ്മുടെ യാത്ര പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് ഒരു മണിക്കൂറുണ്ട് കേട്ടോ പോകാൻ. അപ്പോൾ തലേന്നത്തെ ഉറക്കമൊന്നും അത്ര റെഡി ആയിട്ടില്ല. ഞങ്ങൾക്കൊന്ന് ബസ്സിൽ കിടന്ന് ഉറങ്ങണം. ഇങ്ങനെ ഉറങ്ങി, ഞങ്ങൾ അത്യാവശ്യമൊക്കെ കിടന്ന് ഉറങ്ങി ബസ്സിൽ കിടന്ന്. അങ്ങനെ ഒരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ഒരു ഹോട്ടലിലോട്ടാണ് ചെന്ന് കയറിയത്. ഞങ്ങൾ അവിടെ ഹോട്ടൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ മസാല ദോശ ഇഡലിയുമാണ് ഞങ്ങൾ കഴിച്ചത്. ഈ ഹോട്ടലിൻ്റെ തൊട്ടിപ്പുറത്തൊരു ചായക്കടയുണ്ട്. അവിടുത്തെ ചായ സൂപ്പർ. ചായയുടെ അതിൽ കിടക്കുന്ന പിന്നെന്ത് കിടക്കാൻ ഇത് സൂപ്പർ ചായ. ശ്രീരംഗപട്ടണത്തിലെ ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല കൊട്ടാരമായ ഡാരിയ ദൗലത്താബാഗിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ചായ കുടിച്ചത് ഇതിൻ്റെ നേർ എതിർവശത്തുള്ള ഒരു ചായക്കടയിൽ നിന്നാണ്. ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരലിയാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതി ആരംഭിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഈ കൊട്ടാരത്തിൻ്റെ പണി തീർക്കുവാൻ സാധിച്ചില്ല. പോകുന്ന വഴിക്ക് കുതിരവണ്ടിയും മറ്റും കണ്ട് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് നീങ്ങി. കൊട്ടാരം കാണാനായി സഞ്ചാരികളെത്തുന്ന കുതിരവണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. 1778നും 1784നും ഇടയിലുള്ള കാലത്ത് ടിപ്പു സുൽത്താൻ തന്നെയാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അങ്ങ് ദൂരെ കാണുന്നതാണ് കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ മുന്നിൽ വിശാലമായ പൂന്തോട്ടവും നല്ലൊരു പുൽത്തകിടിയും കാണാം. അത് കൊട്ടാരത്തിനെ വളരെ മനോഹരമാക്കുന്നു. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ധാരാളം വിനോദസഞ്ചാരികൾ മേക്കപ്പും മറ്റും അണിഞ്ഞ് കൊട്ടാരം കാണാൻ എത്തുന്നത് നമുക്ക് കാണാം. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് വിനോദസഞ്ചാരികൾക്ക് കൊട്ടാരം തുറന്നു കൊടുക്കുക. കൊട്ടാര വസതിക്ക് മുന്നിലായി നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ 2 പീരങ്കികൾ തന്നെ കാണാം. ഈ ഉണ്ടായിട്ടാണ് പീരങ്കികൾ പൊട്ടിച്ചിരുന്നത്. കൊട്ടാരത്തിനകത്ത് ടിപ്പു സുൽത്താൻ നടന്ന തറയാണിത്. ഇതിലൂടെയാണ് നമ്മളും ഇപ്പോൾ നടന്ന് കൊട്ടാരം ചുറ്റിക്കാണുന്നത്. മരം, മോർട്ടാർ, കല്ല്, പ്ലാസ്റ്റർ എന്നിവയൊക്കെ കൊണ്ട് നിർമ്മിച്ച 2 നിലയുള്ള കൊട്ടാരത്തിലാണ് സുൽത്താൻ വേനൽക്കാലം ആഘോഷിച്ചിരുന്നത്. കൊട്ടാരത്തിൻ്റെ ഭിത്തിയും സീലിംഗുമെല്ലാം മനോഹരമായ പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പഴച്ചാറുകളും ഇലച്ചാറുകളും കൽപ്പൊടികളും കൊണ്ടാണ് ഈ കൊട്ടാരത്തിന് നിറം നൽകിയിരിക്കുന്നത്. ചരിത്ര സംഭവങ്ങളും യുദ്ധങ്ങളും പുഷ്പാലങ്കാരങ്ങളും ചിത്രങ്ങളും കൊണ്ട് കൊട്ടാരത്തിൻ്റെ ഭിത്തികൾ നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. ഈ മട്ടുപ്പാവിൽ നിന്നുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ കൊട്ടാരത്തിൻ്റെ താഴെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. കൊട്ടാരത്തിൻ്റെ 4 വശത്തും ഇതുപോലുള്ള 4 മട്ടുപ്പാവുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം നടന്നപ്പോഴുള്ള ഒരു വലിയ ചിത്രകഥ കൊട്ടാരത്തിൻ്റെ ചുമരിൽ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ദക്ഷിണേന്ത്യ ആസ്ഥാനമാക്കിയിട്ടുള്ള മൈസൂർ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. മൈസൂർ കടുവ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ റോക്കറ്റ് പീരങ്കിയുടെ പയനിയറായിരുന്നു. അദ്ദേഹമാണ് ഇരുമ്പു ചട്ടയുള്ള മൈസൂർ റോക്കറ്റുകൾ നിർമ്മിച്ചത്. പൊള്ളിലൂർ യുദ്ധം, ശ്രീരംഗപട്ടണം ഉപരോധം എന്നിവയുൾപ്പെടെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് സേനയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും മുന്നേറ്റങ്ങൾക്കെതിരെ അദ്ദേഹം റോക്കറ്റുകൾ വിന്യസിച്ചിരുന്നു. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്താണ് മൈസൂരിൻ്റെ സമ്പദ് വ്യവസ്ഥ അതിൻ്റെ ഉന്നത ഗതിയിലെത്തിയത്. ടിപ്പു സുൽത്താനും പിതാവ് ഹൈദരലിയും കൂടി ചേർന്ന് ഫ്രഞ്ചുകാരുമായി സംഘത്തിൽ ചേർന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. 1782-ൽ
രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടെ ക്യാൻസർ ബാധിച്ച് പിതാവ് ഹൈദർ അലി മരിച്ചു. പിതാവ് മരിച്ചതിനെ തുടർന്ന് ടിപ്പു സുൽത്താൻ മൈസൂർ രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന ശത്രുവായിരുന്നു ടിപ്പു സുൽത്താൻ. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താന്റെ ഭരണ പ്രദേശങ്ങൾ കീഴടക്കി. ഹൈദരാബാദ് നിസാമിന്റെ കൂടെ ചേർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ കീഴടക്കി. മൈസൂരിലെ ശ്രീരംഗപട്ടണത്തിൽ വെച്ച് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. ഈ സമ്മർ പാലസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കബറിടം. മൈസൂരിൽ പണ്ടുണ്ടായ ഒരു പ്രകൃതിക്ഷോഭത്തിന്റെ ചിത്രം ഈ കൊട്ടാരത്തിൽ വലുതായി ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച വാളുകളും വസ്ത്രങ്ങളും ആയുധങ്ങളും മറ്റും ഈ കൊട്ടാരത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആയുധങ്ങൾ കൂടാതെ തന്നെ ടിപ്പു സുൽത്താൻ അക്കാലത്ത് ഉപയോഗിച്ച നാണയങ്ങളും കൂടാതെ തോക്കുകളും ഈ കൊട്ടാരത്തിൽ നമുക്ക് കാണാം. പുതിയ നാണയ സംവിധാനവും കലണ്ടറുമെല്ലാം ടിപ്പു സുൽത്താന്റെ സംഭാവനയാണ്. ഇരുമ്പ് ചട്ടയോട് കൂടിയ പീരങ്കിയാണ് ഈ കാണുന്നത്. കൂടാതെ അക്കാലത്ത് ടിപ്പു സുൽത്താന്റെ സേനാനികൾ ഉപയോഗിച്ച തോക്കുകളും മറ്റുമാണ് ഇത്. മൈസൂരിൽ സിൽക്കിന്റെയും ചന്ദനത്തിന്റെയും വ്യാപാരത്തിന് തുടക്കം വിട്ടത് ടിപ്പു സുൽത്താൻ തന്നെയാണ്. 1751 ഡിസംബർ 1 ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ വടക്ക് ദേഹനഹള്ളിയിലാണ് ടിപ്പു സുൽത്താന്റെ ജനനം. 17 വയസ്സുള്ള തന്റെ മകൻ ടിപ്പു സുൽത്താന് ഹൈദരാലി യുദ്ധ ചുമതലകൾ നൽകുകയും തന്നോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഹൈദരാലി മൈസൂരിന്റെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം മൈസൂരിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി മാറി. ടിപ്പു സുൽത്താന്റെ ചെറുപ്പകാലത്തിലെ ഒരു ചിത്രം കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ചിത്രത്തിന് സമീപം തന്നെ ടിപ്പു സുൽത്താന്റെ മക്കളുടെയും ചിത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താനെയും തന്റെ മക്കൾ 5 പേരെയും ബ്രിട്ടീഷുകാർ വധിച്ചിരുന്നു. ഉറുദു, പേർഷ്യൻ, അറബിക്, കന്നഡ, ബിയറി, ഖുറാൻ, ഇസ്ലാമിക് കർമ്മശാസ്ത്രം, കുതിരസവാരി, വെടിവയ്പ്, വാൾപയറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ ടിപ്പുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ ഹൈദരലി കഴിവുള്ള അധ്യാപകരെ നിയമിച്ചിരുന്നു. അങ്ങനെയാണ് ടിപ്പു സുൽത്താൻ ഭരണകാര്യത്തിലും യുദ്ധകാര്യങ്ങളിലും ബഹുകേമനായി മാറിയത്. തൻ്റെ കുതിരപ്പടയെ നയിക്കാനാണ് ടിപ്പു സുൽത്താൻ യുദ്ധങ്ങളിൽ പ്രധാനമായും ഇഷ്ടപ്പെട്ടിരുന്നത്. അതിനാലാകാം ടിപ്പുവിൻ്റെ പ്രതിമ എപ്പോഴും കുതിരയിലിരിക്കുന്നതായി കാണുന്നത്. ടിപ്പു സുൽത്താൻ്റെ ഉയരം ഏകദേശം 5 അടി 8 ഇഞ്ചാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ കഴുത്തും ചതുരാകൃതിയിലുള്ള തോളുകളും കൂടാതെ ശരീരവണ്ണവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വളരെ ചെറുതായിരുന്നു. ചെറിയ വണ്ണം കുറഞ്ഞ പിരികങ്ങളും നീണ്ട മൂക്കുമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ നിറം വെള്ളയായിരുന്നു. വലിയ കണ്ണുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാന്യത എപ്പോഴും പ്രകടമായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു നടപ്പ് തുടങ്ങി. 4-ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ സൈന്യ തലവന്മാർ തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിനെ വധിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തിരുന്നത്. മരണത്തിനു മുന്നേ തൻ്റെ രഹസ്യ വഴികളിലൂടെ രക്ഷപ്പെട്ടോളാൻ ടിപ്പുവിനോട് ജനങ്ങൾ പറഞ്ഞെങ്കിലും ടിപ്പു അതിന് തയ്യാറായില്ല. 1000 വർഷം ആടായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കടുവയായി ജീവിക്കുന്നതല്ലേ എന്ന് ടിപ്പു സുൽത്താൻ പറഞ്ഞുകൊണ്ട് ടിപ്പു സുൽത്താൻ വീരമൃത്യു അണിയുകയായിരുന്നു. അങ്ങനെയാണ് ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നറിയപ്പെട്ടത്. അങ്ങനെ ഞങ്ങളുടെ സമ്മർ പാലസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഉച്ചയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ തീർന്നിട്ടില്ല. ബാക്കി വീഡിയോകളെല്ലാം ഇനി പുറകെ വരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് ശേഷം അടുത്ത കാഴ്ചക്കായി പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ
റൂം എടുത്തിട്ട് അവിടെ ചെന്ന് ഫ്രഷായി നെക്സ്റ്റ് കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ സമ്മർ പാലസൊക്കെ കഴിഞ്ഞ് മടുത്ത് ക്ഷീണിച്ച് ഞങ്ങൾ വെളിയിലോട്ടിറങ്ങി. അപ്പോൾ അമ്മണിക്കുട്ടൻ ഇനിയും ഇതുപോലെ ധാരാളം യാത്രാ വീഡിയോകളുമായി ഇവിടെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അമ്മണിക്കുട്ടൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അമ്മണിക്കുട്ടൻ പോകുന്നു.